SSLC മോഡൽ എക്സാം 2025 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ സമയത്ത് ക്വിക്ക്ലാമി യൂസ് ചെയ്യണത് ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നോബിൾ ഗ്യാസസിൻ്റെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പ്രസൻറ്റ് ചെയ്യും എക്സെപ്റ്റ് ഹീലിയം? 8. ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 ആണ്. അങ്ങനെയാണെങ്കിൽ 370 ഗ്രാം ഓഫ് ഓക്സിജൻ്റെ വോളിയം അറ്റ് STP, അപ്പോൾ 224 ലിറ്റർ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സോപ്പിൽ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ഗ്ലിസറോൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലിക്വേഷനിൽ റിഫൈൻ ചെയ്ത് കിട്ടുന്ന പെയർ ഓഫ് മെറ്റൽസ് SN-ഉം PB. അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ B. അതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44 ആണ്. അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ അതിൻ്റെ എ ക്വസ്റ്റ്യൻ മാസ് ഓഫ് 2 × 6.022 × 10⁻23 മോളിക്യൂൾസ് ഓഫ് CO2. അപ്പോൾ നമുക്കറിയാം 2 ഇൻറ്റു എന്ന് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ CO2ൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അപ്പോൾ അതിൻ്റെ മാസ് 2 × 44, അപ്പോൾ 88 ഗ്രാം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ഇവിടെ മാസ് ഓഫ് നൈട്രജൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം 264 ഗ്രാം ഓഫ് CO2. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ 264 ഗ്രാം CO2 എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കുക. അതായത് 264 ഹരിക്കണം 44, അപ്പോൾ 6 മോൾസ് എന്ന് കിട്ടും. ഈ 6 ഇൻറ്റു നൈട്രജൻ്റെ മോളിക്കുലർ മാസ്സാണ് മാസ് ഓഫ് നൈട്രജൻ, അതായത് 168 ഗ്രാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോ കാർബണിൻ്റെ IUPAC തന്നിട്ടുണ്ട്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്നതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോ കാർബണിൽ 4 കാർബൺ ആറ്റം മെയിൻ ചെയിനിലുണ്ട്, അതുപോലെ 2 മീഥൈൽ ഗ്രൂപ്പ് സെക്കൻഡ് കാർബൺ ആറ്റത്തിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ IUPAC നെയിം. അതിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ 2 ഡൈമീഥൈൽ. ഡൈ എന്ന് പറയുമ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പാണ്. പിന്നെ ബ്യൂട്ടേൻ 4 കാർബൺ ആറ്റം മെയിൻ ചെയിനിലുള്ള കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഒരു 4 ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് 1ൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. ബി ക്വസ്റ്റ്യൻ, ഫങ്ഷണൽ ഐസോമേഴ്സിൻ്റെ പെയർ കണ്ടുപിടിക്കുക, 2ഉം 4ഉം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, അതിൽ എ എന്ന് കൊടുത്ത ഭാഗത്തിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ്. അപ്പോൾ അവിടെ ഈഥീനാണ് വരിക, അതായത് CH2 ഡബിൾ ബോണ്ട് CH2. ബി ക്വസ്റ്റ്യൻ, എക്ക് പോളിമറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രോഡക്റ്റാണ് അവിടെ കിട്ടുക? പോളിത്തീൻ. അടുത്തത് 3 മാർക്കിൻ്റെ സെക്ഷനാണ്. അതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ, എ, ഒരു വാട്ടർ ടാങ്കിൻ്റെ അടിഭാഗത്തു നിന്ന് റൈസ് ചെയ്യുന്ന എയർ ബബിൾസിൻ്റെ സൈസ് ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ ബോയിൽസ് ലോ. ബി ക്വസ്റ്റ്യൻ, അലോ സ്റ്റേറ്റ് ചെയ്യുക. സി ക്വസ്റ്റ്യൻ, 2 ATM പ്രഷറിൽ 20 ലിറ്റർ വോളിയമാണ് ഉള്ളത്. ഇനി പ്രഷർ 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വോളിയം ചേഞ്ച് ആവുമെന്നാണ്. അതെത്രയാണ് ചേഞ്ച് ആവണ എമൗണ്ട്?
ഇതിൽ വിത്തൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ടി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P1 ഈക്വൽ ടു P2 എന്നുള്ള ഇക്വേഷനാണ് വെച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ പ്രഷർ 2, രണ്ടാമത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 ടൈംസ് 2 × 4 8. പിന്നെ ഫസ്റ്റത്തെ വോളിയം 20, സെക്കൻഡ് വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് V2. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ 5 ലിറ്റർ. ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ സ്യൂട്ടബിൾ മെറ്റൽസും സോൾട്ട് സൊല്യൂഷൻ വെച്ചിട്ട് ഒരു ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, ഇതിൽ ഏതായിരിക്കും എനോഡായിട്ടും കാഥോഡായിട്ടും വരിക, ഏത് പെയറായിരിക്കും വരിക? അപ്പോൾ MgFe ആണ് ബി ക്വസ്റ്റ്യൻ. ഇത് വെച്ചിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് എഴുതേണ്ടത്. ഇവിടെ ഏതെങ്കിലും ഇലക്ട്രോഡ്സിന് പകരം സിൽവർ ആണ് വെക്കുന്നത് വെച്ചെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അതാണ് സി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാച്ച് ഗ്ലാസ്സിൽ സം ഷുഗർ എടുത്തിട്ടുണ്ട്, അതിൽ എക്സ് എന്നുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്തപ്പോൾ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, ഏതാണ് ആ സബ്സ്റ്റൻസ്? ബി ക്വസ്റ്റ്യൻ, ഇവിടെ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്നുള്ളത് കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. സി ക്വസ്റ്റ്യൻ, ഈ എക്സ് റിയാക്ട് വിത്ത് പൊട്ടാസ്യം നൈട്രേറ്റ്, അതായത് KNO3 കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ആസിഡ് ഫോം ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ ഇക്വേഷനാണ് സി ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു എലമെൻറ്റ് എ പീരിയോഡിക് ടേബിളിൽ 3ാമത്തെ പീരീഡിലും സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഉള്ളത്. അതുപോലെ ബി എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് സെക്കൻഡ് പീരീഡിലും 16th ഗ്രൂപ്പിലാണുള്ളത്. അതിലെ എ ക്വസ്റ്റ്യൻ, എലമെൻറ്റ് എയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ബി ക്വസ്റ്റ്യൻ, ബിയുടെ പോലെ സെയിം പീരീഡിൽ കിടക്കണ, അതായത് സെക്കൻഡ് പീരീഡിൽ കിടക്കണ ഒരു നോബിൾ ഗ്യാസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. മൂള് പറഞ്ഞ രണ്ട് എലമെൻറ്റ് Mgയും Oയും ആണ്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവണ കെമിക്കൽ ഫോർമുല എഴുതുക, MgO. അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ എ ടേബിൾ മാച്ച് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ, ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ IUPAC നെയിം എഴുതുക. അടുത്ത സെക്ഷൻ 4 മാർക്കിൻ്റെയാണ്. ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 തരത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ, ഇതിലേതാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? രണ്ടാമത്തെയാണ് ആൻസർ. ബി ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഡി സബ്ഷെല്ലിൽ ശരിക്കും 10 ഇലക്ട്രോൺസ് ആണ് കൊള്ളുക. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തിൽ 4 എണ്ണവും രണ്ടാമത്തേൽ 5 എണ്ണമാണുള്ളത്. അപ്പോൾ ഇവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 10ൻ്റെ പകുതിയായിട്ടുള്ള 5 സബ്ഷെല്ലുള്ള കോൺഫിഗറേഷനാണ് മോർ സ്റ്റേബിൾ. അതായത് ഹാഫ് ഫിൽ സബ്ഷെല്ലായിട്ട് വരണ കോൺഫിഗറേഷൻ ആയിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി. സി ക്വസ്റ്റ്യൻ, ഇതുപോലെ CUവിൻ്റെ കോൺഫിഗറേഷൻ ഏതാണെന്ന് പറയണത്. അപ്പോൾ ഇതിൽ ഡി ഫുള്ളായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് 10 ആയിട്ട്. അപ്പോൾ സ്റ്റേബിൾ ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ 10 ആവണം, അല്ലെങ്കിൽ ഹാഫ് ഫിൽ ആയിട്ടുള്ള 5 ആവണം. ഡി ക്വസ്റ്റ്യൻ, അപ്പോൾ ഇത് വെച്ചിട്ട് CUവിൻ്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും, എസിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പറാണ് പീരീഡ് 4, അതുപോലെ റേസ്റ്റ് മുകളിൽ കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കളർലെസ് സൊല്യൂഷനായിട്ടുള്ള സോഡിയം സാൾട്ടിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. അപ്പോൾ
അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻസ്: ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്, അതുപോലെ 2-3 ഡ്രോപ്സ് ഓഫ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷൻ പിങ്കായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കുക. ഈ കളർ ചേഞ്ച് ആവണതിൻ്റെ റീസൺ എന്താണ്? അതുപോലെ ഏത് പ്രൊഡക്റ്റാണ് ഈ സൊല്യൂഷനിൽ കളർ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത്? അപ്പോൾ റീസൺ ബേസിക് നേച്ചറാണ്, പ്രൊഡക്റ്റ് NaOH. ബി ക്വസ്റ്റ്യൻ: കാഥോഡിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻ്റെ ഇക്വേഷൻ. അതുപോലെ സി ക്വസ്റ്റ്യൻ: ഈ സൊല്യൂഷന് പകരം മോൾട്ടൻ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാം, ആനോഡിലെയും കാഥോഡിലെയും. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിലെ എ ക്വസ്റ്റ്യൻ: ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷന് എന്തുണ്ടാവുക? ഡിക്രീസ് ചെയ്യും. ബി ക്വസ്റ്റ്യൻ: പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിന് എന്തുണ്ടാവുക? പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. സി ക്വസ്റ്റ്യൻ: അമോണിയ ഫോം ചെയ്യണത് ഫ്രീക്വൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്തുണ്ടാവുക? ഇൻക്രീസ് ചെയ്യും. ഡി ക്വസ്റ്റ്യൻ: ഇവിടെ നടക്കുന്ന പ്രിൻസിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ: അതിൽ എ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ബ്ലെൻഡിൻ്റെ മെത്തേഡ്. ബി ക്വസ്റ്റ്യൻ: ഇവിടെ സിങ്ക് ഓക്സൈഡായിട്ട് കൺവേർട്ട് ആവണത് 2 മെത്തേഡ് വെച്ചിട്ടാണ്, അപ്പോൾ ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. സി ക്വസ്റ്റ്യൻ: സിങ്ക് മെറ്റൽ റിഫൈൻ ചെയ്യുന്ന മെത്തേഡ്. ഈ മെത്തേഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സിങ്കിൻ്റെ പ്രോപ്പർട്ടി, സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ: